പ്രതി എന്ന് പറഞ്ഞ് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സഹോദരനെയാണ്. സുധി എന്നാണ് പേര്. അപ്പം നമ്മളെ വീട്ടിൽ അന്ന് മുതൽ നമ്മൾ വീട്ടിൽ ചെല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നാട്ടുകാർ പറയുന്നത് നമ്മൾ ആ സ്ഥലത്ത് ചെന്ന ഉടനെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഇന്നലെ കൂടി നമ്മൾ ചെന്നപ്പോഴത്തേക്ക് പറയുന്നത് പോലീസിൽ പിടിച്ച് കൊടുക്കും, അത് കണക്കാണ് പറയുന്നത്. അപ്പോൾ ഈ അന്നേ ദിവസം തന്നെ നമ്മളിവിടെ ഈ സംഭവം നടക്കുന്ന 22-ാം തീയതി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ക്ലാസ് നടക്കുകയായിരുന്നു. ആ സമയത്തും ഏകദേശം 75ഓളം ലേഡീസും ഒക്കെ തന്നെ ഉണ്ട്. ക്ലാസ് നടക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് വന്ന് ഈ കുറ്റം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു ഡോക്ടർ അംബേദ്കറിന്റെ കാര്യങ്ങൾ, ബാബ സാഹേബ് അംബേദ്കറിന്റെ കാര്യങ്ങളും അതിനൊക്കെ ബുദ്ധ ഫിലോസഫികളൊക്കെ തന്നെയായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടുപോകണം. അതിലൂടെ മാത്രമേ ഈ അടിസ്ഥാന വർഗമായ ഞങ്ങളുള്ള ജീവിത നിലവാരം ഉയരത്തുള്ളൂ. അല്ലാതെ ഇവിടെ സർക്കാർ നമുക്ക് കോടിക്കണക്കിന് കാര്യങ്ങൾ അനുഭവം തരുന്നുണ്ട്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ ദിവസം പിടിച്ചിട്ടില്ലായിരുന്നു. അന്ന് 23-ാം തീയതി 5 വരെ കൊണ്ടുപോയി. ദാസാർ ഉൾപ്പെടെ 5 വരെ കൊണ്ടുപോയി കറക്റ്റ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പല സമയത്തായിട്ട് കുറെ അധികം ആൾക്കാരെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഏകദേശം 58ഓളം പേരെ പിടിച്ചോണ്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാതെ 2 ആഴ്ചയോളെങ്കിലും മാറ്റി നിർത്തിയിട്ട് പിന്നെ പിടിച്ചത് വളർച്ചയിൽ ഈ സ്ഥലത്ത് നിന്നാണ് പിടിച്ചെങ്കിൽ അവർ പറഞ്ഞത് തെമ്മലേന്ന് പിടിച്ചു, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഇഷ്യൂസ് നടന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചോണ്ട് പോയെന്നാണ് പറയുന്നത്. കാരണം ആ കേസ് കൂടെ നമ്മുടെ സഹോദരങ്ങളുടെ പേരിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കോടതിയിൽ കത്തിച്ചെന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം അവരിവിടെ ടൈം അത് നടക്കുന്ന ടൈമിൽ അവർ ഇവിടെ ഇരിക്കുകയാണ്. അതാണ് എന്തുകൊണ്ടാണെന്ന്. ഈ സുധി എന്ന് പറഞ്ഞ സഹോദരനാണെങ്കിൽ ഇവിടെ 22-ാം തീയതി ക്ലാസ് നടക്കുന്ന സമയത്ത് ഈ വീണ്ടും തിന്നേ കിടന്നുറങ്ങിയാണ്. ആ ഉറങ്ങുന്ന നമ്മളെ കൊണ്ടുവന്ന സഹോദരൻ ഇവിടെ കിടന്നുറങ്ങി. രാവിലെ 23-ാം തീയതി രാവിലെ നമുക്ക് ശരി നിങ്ങൾ പോയിക്കോ, കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ അവനാണ് ഈ കുറ്റം ചെയ്തതെന്ന് പോലീസ് എല്ലാവരും പത്രവും മാധ്യമങ്ങളും മീഡിയസ് എല്ലാം തന്നെ പറയുന്നത്. കാരണം നമുക്ക് ഈ പത്രത്തോടും മാധ്യമങ്ങളോടുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോൾ, രാഷ്ട്രീയ പാർട്ടിക്കാരോടുള്ള പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഇത് കേട്ട സമയത്ത്, കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പരസ്പരം മിണ്ടാത്തൊരു സാമൂഹ്യാവസ്ഥയായിരുന്നു ഞങ്ങളുടെ വീടുകളിൽ. കാരണം അച്ഛൻ മദ്യപിച്ചിട്ട് വരിക, സഹോദരൻ കഞ്ചാവ് വലിച്ചടക്കുക, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ക്ലാസ് കേട്ടതിന് ശേഷം എന്താണ് ഒരു കുടുംബജീവിതം, പട്ടികജാതിക്കാരുടെ കുടുംബജീവിതം എന്താ ഞങ്ങൾ പഠിച്ചത് സത്യം DHRമിലൂടെ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും കോടിയേരി ബാലകൃഷ്ണനായിരുന്നില്ല എല്ലാ മന്ത്രിമാരെ നമ്മൾ കണ്ടപ്പോഴും അവിടെ ചെന്നിരുന്നപ്പോൾ നമ്മളെ തീവ്രവാദികളായിട്ട് മുദ്രകുത്തിയത്. നിങ്ങൾ കാര്യം നോക്കിക്കോളും, ഞങ്ങളുടെ അടുക്കളകളിൽ ചീനി എറിയാനുള്ള ഒരു കത്തിയല്ലാതെ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയോളൂ. ഇപ്പം ഒരൊറ്റ പെൺകുട്ടികൾക്ക് പോലും അവരവരെ വീടുകളിൽ കിടക്കാൻ പറ്റില്ല. കാരണം എല്ലാ ആണുങ്ങളും ഒളിവിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീടുകളിൽ ഞങ്ങൾക്കൊക്കെ മാനത്തിന് എന്ത് സുരക്ഷയാണ് നിങ്ങൾ മീഡിയാസ് നിങ്ങൾ പറയും. നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാലാകാലങ്ങളിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ വീടുകളിൽ വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകും. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സുരക്ഷിതത്വമാണ് അവർ തരുന്നത്. ഇപ്പൊ ഇത്തിരി മുമ്പ് തന്നെ പോലീസ് വന്ന് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തെന്ന് കണ്ടു. ഇനി ഞങ്ങളുടെ വീടുകളിൽ ഇരിക്കുമ്പോൾ ഓരോ പാർട്ടിക്കാരും വന്നിട്ട് ചോദിക്കുന്നത് സഹോദരന്മാരെവിടെ എന്ത് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇതിന് കറക്റ്റ് മറുപടി ഇനി കറക്റ്റ് ഒരു ഇത് പറയാൻ പറ്റത്തില്ല. ഇതായിട്ട് എല്ലാവരും ഒളിവിലൊക്കെ തന്നെയാണ്, എല്ലാവരും ഒളിവിലാണ്. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷണം തരേണ്ട പോലീസ് തന്നെ വന്നിട്ട് ഇതിന്റെ അനീതിയാണ്. ഇവളെ മീഡിയാസിനോട് പറയാൻ പറ്റാത്ത, മീഡിയാസിന്റെ മുന്നിൽ തുറന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. ദാസാന്റെ മുഖവും നമ്മുടെ ചെയർമാന്റെ ശരീരവുമുള്ള കുട്ടികളുണ്ടാവുമെന്ന് നമ്മുടെ മുഖത്തേക്ക് പറഞ്ഞാൽ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് നമ്മളെങ്ങനെ നോക്കും? മക്കളും ഏറ്റവും വരെ മുഖം പോലെ പറന്നു വരുമെന്നാണ് നമ്മളെ കൂടെ പറഞ്ഞിരിക്കുന്നത്. ചുറ്റും പോലീസ് അത്യാവശ്യം നമ്മുടെ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ രീതിയിലൊക്കെയാണ് പോലീസ് പറഞ്ഞിട്ട് പരിസരത്ത് പറയുന്ന ഇതാണ്. പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ, അതായത് ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ വന്നു കഴിഞ്ഞാൽ പിടിച്ചു കൊടുക്കുന്ന രീതിയിൽ വർക്കല കൊലപാതകം ചെയ്തത് എന്ന് പറഞ്ഞ കേസിൽ എന്നുവെച്ചാൽ 1-ാം പ്രതി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സഹോദരന്റെ പേരാണ്. കാരണം അവൻ തന്നെയാണ് ഏറ്റവും നല്ല ഇതിന്റെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു ഉറുമ്പിനെ പോലെ നോക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഉറുമ്പിനെ പോലെ നോക്കാൻ പറ്റില്ല. അവൻ വാളെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. നമ്മൾ സംസാരിക്കും ഭാഷയും പറയുമ്പോഴത്തേക്ക് തന്നെ കൂടപ്പുറപ്പ് എന്താണെന്ന് എല്ലാ ജീവജാലങ്ങളെ കുറിച്ചുള്ള അതിന്റെ ജീവന്റെ സ്പന്ദനത്തെ കുറിച്ച് പോലും ക്ലാസ് എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രകൃതി എന്താണെന്ന് പഠിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജീവിതം എന്താണെന്ന് പഠിച്ചത്, ഒരു മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചത് നമുക്കറിയാം. കാരണം നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. എത്ര വിദ്യാഭ്യാസം നേടിയത് കൊണ്ടോ അല്ലെങ്കിൽ അടിച്ചോ ഇടിച്ചോ ഒരിക്കലും നമുക്ക് ഇവിടെ ഉയരാൻ പറ്റത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ ഒരുമയിലെത്തി, അല്ലെങ്കിൽ ഒരു സാഹോദര്യ സ്നേഹത്തിൽ ഒരുമയിൽ ഉയർന്നെങ്കിൽ മാത്രമേ ഈ പട്ടികജാതിക്കാർക്ക് പട്ടിക്ക് തുല്യമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ആ പട്ടിയിൽ നിന്നും ഒരു മനുഷ്യനിലേക്ക് ഉയരണമെങ്കിൽ ഇവിടെ അറിവിൽ ഉയരണം, അല്ലെങ്കിൽ സഹോദര സ്നേഹത്തോടെ ഉയർന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് തന്നെ എനിക്കും അല്ലെങ്കിൽ എന്റെ ചേച്ചിക്കും തന്നെ ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ അനിയനാണ്. ഈ സുധി എന്ന് പറയുന്ന 20 വയസ്സുള്ള അനിയനാണ് എന്നെയും ചേച്ചിനെയും. നമ്മൾ കുറെ ഡിഗ്രി കോളേജിലൊക്കെ തന്നെ പോയി പഠിച്ചതാണ്. എന്നിട്ടും പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോഴാണ് സഹോദരൻ ഇതിൽ വന്നെങ്കിലേ പറ്റത്തോളം കൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് ഈ ക്ലാസ്സിൽ ഇരുത്തിയവനാണ് അവൻ.
എന്നിട്ടാണ് അവനെയാണ് ഇപ്പൊ പറഞ്ഞത് 1-ാം പ്രതിയാണെന്ന്. വർഷമായിട്ട് 3 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിച്ചപ്പോഴത്തേക്ക് എല്ലാ കോളനിയിലും, നമ്മുടെ കോളനിയിലും ഞങ്ങളുടെ ജീവിത അവസ്ഥ തന്നെയാണ് എല്ലാ സ്ഥലത്തെയും പട്ടികക്കാർക്കുള്ള അവസ്ഥയെന്ന് നമുക്ക് നേരിട്ട് ചെന്നു. ഇപ്പം നമ്മൾ തങ്ങി ഒളിച്ചാണ് നമ്മൾ കഴിയുന്നത്. അപ്പം നമ്മളിപ്പോ ഇവിടെ വരാൻ വന്നത് തന്നെ ഇത് പറയാൻ വേണ്ടി ഒളിവിലാണ്. അവിടെ താമസിച്ചപ്പോഴത്തേക്കും റേഷൻ അരിയുടെ 2 രൂപയുടെ കഞ്ഞിന്ന് എല്ലാവരും പുഴുക്ക നാണം കെടുത്തി പറഞ്ഞത്. അതാണ് പുഴുകിടക്കുന്ന കഞ്ഞിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഇത്രയും ആൾക്കാർ കുടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ വെയിറ്റ് ചെയ്ത് തന്നെ നിന്നാണ് ഇത്രയും ആൾക്കാരെ കുടിച്ചിട്ടിരിക്കുന്നത്. ആ പുഴ കിടക്കുന്ന അരിയാണ്. കാരണം 2 രൂപയുടെ അരി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പത്രങ്ങളിലൊക്കെ പറഞ്ഞവരുണ്ടല്ലോ, അത് കുടിക്കാൻ ഇവിടെ മനുഷ്യരുണ്ട് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ നമുക്ക് എന്തിനു പറയാൻ പറ്റും? അത് അതേ കയ്യിലൊരു അത് അല്ല, വേറെ ജയചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. ആ സഹോദരന്റെ ബൈക്കിലാണ് പോയെന്ന് പറഞ്ഞത്. അപ്പം ആ ബൈക്കിൽ അവ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആളിവിടെ അയാളുടെ ഭാര്യ ഇവിടെ സംഭവം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭാര്യയെ കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കാം. അതിനകത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അല്ലാതെ അറിയത്തില്ല. പിന്നെ അതല്ലാതെ അവരെ കുറിച്ച് ഈ സംഭവത്തിന് ശേഷം മാറിപ്പോയതാണ്. കാരണം എവിടെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള DHRM എന്ന് പറയുന്ന സംഘടനയുടെ നിയമ ഉപദേഷ്ടാവാണ് അശോക് സാർ. അശോക് സാറിനെ കുറിച്ച് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ വന്നിരുന്ന ഈ ക്ലാസ് കേൾക്കുകയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇതിനെ ഒരു ചെയ്താണ്. നമുക്ക് അല്ലെങ്കിൽ ഭരണഘടനയിൽ കുറെ നിയമ പരിരക്ഷകളുണ്ട്. ഇതൊക്കെ തന്നെ കാരണം ഇതിനെ കുറിച്ച് ഒന്നും നമുക്കറിയത്തില്ല. നമ്മുടെ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് ആ സാർ പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ തന്നെ നമ്മുടെ അമ്മമാരും ചേച്ചിമാരും അണ്ണന്മാരൊക്കെ തന്നെ അറിയുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ തന്നെ പിടിച്ച്